നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതി പിടിയിൽ. ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോക പരാമർശത്തിൽ സ്ഥാനം തിരിച്ച് വയനാട് BJP ജില്ലാ പ്രസിഡന്റ് മധു. 1993 ട്രെയിൻ സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്ത ലഷ്കർ എ തായിബ നേതാവ് അബ്ദുൽ കരീം തുണ്ടയെ വെറുതെ വിട്ട് ടാഡ കോടതി. 1ാം ക്ലാസ് പ്രവേശനം 6 വയസ്സിൽ എന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം തള്ളി കേരള സർക്കാർ. വാർത്തകൾ വിശദമായി. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതി പിടിയിൽ. മുഖ്യപ്രതി അഖിലിനെ പാലക്കാട്ട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. 2ാം വർഷ BVSC വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി JS സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും നേരിട്ടാണ് മരിച്ചത്. സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ SFI യൂണിറ്റ് കമ്മിറ്റി അംഗമടക്കം 6 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. SFI യൂണിറ്റ് അംഗം ഇടുക്കി രാമക്കൽമേട് സ്വദേശി S അഭിഷേക്, തിരുവനന്തപുരം സ്വദേശികളായ റെഹാൻ ബിനോയ്, SD ആകാശ്, RD ശ്രീഹരി, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ്, വയനാട് ബത്തേരി സ്വദേശി ബിൽഗേറ്റ്സ് ജോഷുവ എന്നിവരാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണ, റാഗിംഗ്, മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റലിൽ നിന്ന് 8 പേരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. ഇവരിൽ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളായ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരടക്കം 12 പേർ ഒളിവിലാണ്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പ്രതികളായ 4 SFIക്കാരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കിയിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ചതടക്കമുള്ള കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നെന്നും ആരോപണമുണ്ട്. ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിന് നേട്ടമായി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് 7 ബില്ലുകൾ 2023 നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത്. സെഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതായിരുന്നു ബില്ല്. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത്. മന്ത്രി P രാജീവാണ് ബില്ല് അവതരിപ്പിച്ചത്. ലോകായുക്ത ജുഡീഷ്യറി ബോഡിയല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിരുന്നു. അന്വേഷണം, കണ്ടെത്തൽ, വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയും ഇല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാനാവുന്ന 14ാം വകുപ്പാണ് ബില്ലിലൂടെ ഭേദഗതി ചെയ്തത്. ബന്ധു നിയമന കേസിൽ KT ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഇങ്ങനെയാണ്. ബില്ല് നിയമമായതോടെ ലോകായുക്ത ആരെയെങ്കിലും അഴിമതിക്കാരനായി തീർപ്പ് കൽപ്പിച്ചാൽ അതിൽ മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കും നിയമന അധികാരിക്കും മറിച്ച് തീരുമാനമെടുക്കാം. ഗവർണറുടെ അപ്പലേറ്റ് അധികാരവും ഇല്ലാതാവും. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധിയുണ്ടായാൽ ഗവർണറല്ല, നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. നിയമസഭയിലെ ഭൂരിപക്ഷം വെച്ച് ലോകായുക്തയുടെ ഉത്തരവ് തള്ളാം. പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ആയുധമായും ലോകായുക്തയെ ഉപയോഗിക്കപ്പെടാം. CPM നേതാവ് P ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ RSS പ്രവർത്തകരായ 8 പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി. 2ാം പ്രതിയായ RSS പ്രവർത്തകൻ ചിരുകണ്ടോത്ത് പ്രശാന്തിനെ മാത്രമാണ് കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് P ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. RSS പ്രവർത്തകരായ 9 പേരായിരുന്നു കേസിലെ പ്രതികൾ. ഇവരിൽ 6 പേരെ 2007 കുറ്റക്കാരെന്ന് കണ്ടെത്തി വിചാരണ കോടതി ശിക്ഷിച്ചു. 3 പ്രതികളെ വെറുതെ വിട്ടു. വിചാരണ കോടതി വിധിക്കെതിരെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും 3 പേരെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ അപ്പീലുകളിലാണ് ഹൈക്കോടതി വ്യാഴാഴ്ച വിധി പറഞ്ഞത്. കേസിൽ പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. 2ാം പ്രതി പ്രശാന്തിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയെങ്കിലും നേരത്തെ ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന പല വകുപ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു 1999 പി ജയരാജൻ വധശ്രമ കേസ്.
തിരുവോണനാളിൽ നടന്ന ആക്രമണത്തിൽ പി ജയരാജന്റെ കൈ വെട്ടിമാറ്റിയിരുന്നു. നട്ടെല്ലിനും ഗുരുതരമായ പരിക്കേറ്റു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സിലെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം തള്ളി കേരള സർക്കാർ. 1-ാം ക്ലാസ് പ്രവേശനം 5 വയസ്സിൽ വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി. 5 വയസ്സിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് കുട്ടികൾ പ്രാപ്തരാവുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 6 ആക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. കഴിഞ്ഞ വർഷം നൽകിയ നിർദ്ദേശം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാത്ത സാഹചര്യത്തിലായിരുന്നു നിർദ്ദേശം. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് തികയണമെന്നുള്ളത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമാണ്. ഇത് നടപ്പാക്കണമെന്ന് 2021-23 വർഷങ്ങളിൽ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേരളം നടപ്പാക്കിയിരുന്നില്ല. പുതിയ അധ്യയന വർഷത്തേക്കുള്ള നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ നയം ഓർമ്മിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അർച്ചന ശർമ്മ അവസ്ഥി കഴിഞ്ഞ ദിവസം വീണ്ടും കത്തയച്ചത്. 14 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള പ്രായപരിധി 6 വയസ്സാക്കി ഉയർത്തിയിരുന്നു. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരും അധ്യയന വർഷം മുതൽ ഇത് നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്നു. വിവാദ പരാമർശത്തിൽ വയനാട് BJP ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിയെടുത്ത സംസ്ഥാന നേതൃത്വം. വയനാട് BJP ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയലിനാണ് പകരം ചുമതല. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനിടെ വയനാട് പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷത്തിന് കാരണം ലോഹയിട്ട ചിലരാണെന്ന KP മധുവിന്റെ പരാമർശം വിവാദമായിരുന്നു. പരാമർശത്തിനെതിരെ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പുരുനേടവും രംഗത്തെത്തിയിരുന്നു. പരാമർശം വിവാദമായതോടെ ലോഹയിട്ട ചിലരാണ് പുൽപ്പള്ളിയിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് KP മധു വിശദീകരിച്ചിരുന്നു. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം KP മധുവിനെ സംസ്ഥാന നേതൃത്വം വിളിപ്പിച്ചിരുന്നു. പരാമർശത്തിൽ വിശദീകരണവും ചോദിച്ചു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് KP മധുവിനെതിരെ BJP സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തത്. അതേസമയം വയനാട് പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസും BJPയും രംഗത്തെത്തിയിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ പോളിന്റെ മൃതശരീരവുമായി പുൽപ്പള്ളി ടൗണിൽ ശനിയാഴ്ച നടത്തിയ പ്രതിഷേധത്തിന്റെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പേരിൽ 4 കേസുകളാണ് പുൽപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കലാപത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കാതെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രമാണ് കേസെടുത്തതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KP മധു ആരോപിച്ചിരുന്നു. എന്നാൽ കേസെടുത്തതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെയാണ് കേസ് എടുത്തതെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ വിശദീകരിച്ചിരുന്നു. 1993 ട്രെയിൻ സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്ത ലഷ്കർ ഇ തായിബ നേതാവ് അബ്ദുൽ കരീം തുണ്ടയെ വെറുതെ വിട്ട് ടാഡ കോടതി. തുണ്ടയ്ക്കെതിരെ തെളിവില്ലെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ടാഡ കോടതി കുറ്റവിമുക്തനാക്കിയത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലക്നൌ, കാൺപൂർ, ഹൈദരാബാദ്, സൂറത്ത്, മുംബൈ എന്നിവിടങ്ങളിലാണ് 1993 ഡിസംബർ 6-ന് സ്ഫോടനമുണ്ടായത്. 1996 ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് തുണ്ട. ഇയാൾ നിരവധി ബോംബ് സ്ഫോടന കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായിരുന്ന ഇയാൾ ഡോക്ടർ ബോംബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായിയാണ്. അതേസമയം കേസിലെ മറ്റ് 2 പ്രതികളായ ഇർഫാൻ, ഹമീദുദ്ദീൻ എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇവരെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഇരുവരുടെയും അഭിഭാഷകനായ അബ്ദുൾ റഷീദ് പറഞ്ഞു. പക്ഷാഘാതത്തെ തുടർന്ന് ശരീരത്തിന്റെ 70% തളർന്ന ഇർഫാൻ 17 വർഷവും ഹമീദുദ്ദീൻ 14 വർഷവും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. കപട പരിസ്ഥിതിവാദത്തിന്റെ പേരിൽ ഇനിയും ആളുകളെ കൊലക്കി കൊടുക്കരുതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. മൂന്നാറിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേഷിന്റെ വീട് ഉൾക്കൊള്ളുന്ന പ്രദേശം പതിറ്റാണ്ടുകളായി ജനവാസ മേഖലയാണെന്ന് സർക്കാർ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിഷ്കൃത രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാക്കാൻ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുകയും നിയന്ത്രണത്തിനുള്ള പ്രായോഗിക മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത്യന്തം ദുഃഖകരമാണ്. ഈ വിഷയത്തിൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത മലയോര ജനതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മൗനം അവലംബിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ
പൊതുസമൂഹത്തിന് അപമാനകരമാണെന്ന് ബിഷപ്പ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുവാൻ വാഗ്ദാനങ്ങൾക്ക് അപ്പുറം നിയമഭേദഗതി ഉണ്ടാക്കാൻ സത്വര നടപടികൾ സർക്കാരുകൾ എടുക്കണമെന്നും ഇനിയും ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം മലയോര പ്രദേശത്ത് ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തിനും പരിക്കുപറ്റിയവർക്കുമുള്ള ധനസഹായത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ധനസഹായം പ്രഖ്യാപിച്ചാൽ എല്ലാമായി എന്ന ചിന്തയും നല്ലതല്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തുടർച്ചയായ കൊലപാതകങ്ങൾ നടക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ഗൗരവത്തോടെ കാണുന്നില്ല എന്നതിൻ്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്നവരെയും ബിഷപ്പ് സന്ദർശിച്ചു. മൂന്നാറിലെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ ദുഃഖത്തോടും ആശങ്കകളോടുമൊപ്പം ഇടുക്കി രൂപതയും ഹൃദയപൂർവ്വം പങ്കുചേരുന്നതായി മാർ ജോൺ നെല്ലിക്കുന്നേൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വരും നാളുകളിൽ ആളുകളുടെ ആശങ്കകളോട് ചേർന്ന് സമരമുഖത്തും സജീവമാകുമെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. മോൺസിഞ്ഞൂർ എബ്രഹാം പുറയാറ്റ്, മോൺസിഞ്ഞൂർ ജോസ് കരിവേലിക്കൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, ഫാദർ ജോൺ മുണ്ടക്കാട്ട്, ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ വിൻസെന്റ് വാളിപ്ലാക്കൽ, ഫാദർ ജോസഫ് തൊട്ടിയിൽ, ഫാദർ ജോർജ് പള്ളിവാതുക്കൽ, ഫാദർ ജുബിൻ കായംകാട്ടിൽ എന്നിവർ പിതാവിനൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ മലയോര മേഖലയും തോട്ടം മേഖലയും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മൂന്നാറിൽ കന്നിമലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിൻ്റെ ഭവനത്തിലാണ്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരു ചെറിയ കുടുംബത്തിലെ ഭാര്യ, 2 മക്കൾ, അവരെ അനാഥരാക്കിക്കൊണ്ടാണ് സുരേഷ് കുമാറിൻ്റെ മരണം. യഥാർത്ഥം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് മറുപടി പറയുകയും ഈ വന്യമൃഗ ഭീഷണിയിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ, ഈ തോട്ടം തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇടുക്കി രൂപതയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും പേരിൽ ഈ കുടുംബത്തോട് ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം ഇപ്രകാരമുള്ള ദാരുണ സംഭവങ്ങൾ അടുത്തടുത്ത് അരങ്ങേറുന്നത് നമുക്കറിയാം. വയനാട്ടിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേര് ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നമ്മുടെ ഈ ഇടുക്കി പ്രദേശത്ത് മൂന്നാറ്റിലും അതുപോലെ തന്നെ ചിന്നക്കനാൽ മേഖലയിലുമൊക്കെ എത്രയോ ആളുകളാണ് ഈ അടുത്ത കാലങ്ങളിൽ കൊല്ലപ്പെടുന്നത്. പലപ്പോഴും ഇതിനെതിരെ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. ഞങ്ങളുടെ പ്രതിഷേധം, ഞങ്ങൾ വനം വകുപ്പിനെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ സർക്കാരിനെ ഞങ്ങളുടെ പ്രതിഷേധം, ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ആളുകളുടെ ദുഃഖം ഈ കേരളത്തിലുള്ള ഈ അധിവസിക്കുന്ന എല്ലാ ആളുകളുടെയും ദുഃഖമാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ വിഷമത്തിലും വലിയ ഭയത്തിലുമാണ് അവരുടെ ദിനങ്ങളെല്ലാം തള്ളി നീക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഉണരണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമുള്ള കൊലയാളി മൃഗങ്ങളെ നിലയ്ക്ക് നിർത്തുവാനുള്ള ഇച്ഛാശക്തി, അതിന് നിയമത്തിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തണമെങ്കിൽ ആ പരിഷ്കരണങ്ങൾ വരുത്തണം. കപട പരിസ്ഥിതിവാദത്തിൻ്റെയൊക്കെ പേരിൽ ഈ പാവപ്പെട്ട ആളുകളുടെ ജീവനെ ഇനിയും കൊലയ്ക്ക് കൊടുക്കരുതെന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലമാറ്റ ഉത്തരവിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച സ്റ്റേ തുടരും. സ്റ്റേ നീക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വ്യക്തിപരമായി പരാതിയുള്ളവർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ തുടങ്ങിയവരുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും അധ്യാപകരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പൊതുസ്ഥലമാറ്റ ഉത്തരവ് വന്നതിനെ തുടർന്ന് അധ്യാപകർ സ്കൂളിൽ നിന്ന് വിടുതൽ തേടിയിരുന്നു. എന്നാൽ ട്രൈബ്യൂണൽ വിധി വന്നതോടെ ഇവർക്ക് പുതിയ സ്കൂളിൽ ഹാജരാകാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നായിരുന്നു സർക്കാർ വാദം. സ്ഥലം മാറ്റത്തിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചത് 24 അധ്യാപകർ മാത്രമാണ്. അതിൽ തന്നെ 9 പേർ മാത്രമാണ് സ്ഥലമാറ്റത്തിന് മുന്നോടിയായി താൽക്കാലിക ലിസ്റ്റിൽ എതിർപ്പ് ഉന്നയിച്ചതെന്നും സർക്കാർ പറഞ്ഞിരുന്നു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഗാലിയിൽ നടന്ന അതിക്രമങ്ങളിൽ മുഖ്യപ്രതിയായ തൃണമൂൽ നേതാവ് ഷൈഖ് ഷാജഹാൻ അറസ്റ്റിലായി. സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം, ഭൂമി കയ്യേറ്റം തുടങ്ങി ആരോപണങ്ങളാണ് ഷാജഹാൻ ഷൈഖിനും കൂട്ടാളികൾക്കുമെതിരെയുള്ളത്.
ഒരേ സമയം തെരഞ്ഞെടുപ്പ്, ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പൊതു വോട്ടർ പട്ടിക എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഭരണഘടനയുടെ പുതിയ അധ്യായത്തിൽ ഉൾപ്പെടുത്തുക. ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുകയും എന്നാൽ കാലാവധി പൂർത്തിയാക്കാൻ സർക്കാരുകൾക്കാകാതെ വരികയും ചെയ്താൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുള്ള ഒരു ഏകീകൃത സർക്കാർ രൂപീകരിക്കാനായിരിക്കും ശ്രമിക്കുക. ഏകീകൃത സർക്കാർ ഫോർമുല പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സഭയുടെ ശേഷിക്കുന്ന കാലയളവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളും നിയമ കമ്മീഷന്റെ ശുപാർശയിൽ ഉൾപ്പെട്ടേക്കും. നിയമ കമ്മീഷന് പുറമെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല സമിതിയും ഇതേ വിഷയത്തിൽ പഠനം നടത്തുകയാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിയിൽ അനുനയ നീക്കങ്ങൾ നടത്തുന്നതിനിടെ വിമതർക്കെതിരെ നടപടിയുമായി സ്പീക്കർ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് MLA-മാരെ ഹിമാചൽ സ്പീക്കർ അയോഗ്യരാക്കി. ബജറ്റ് സമ്മേളനത്തിൽ വിപ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. രജീന്ദർ റാണ, സുധീർ ശർമ്മ, ഇന്ദർദത്ത് ലംഘൻപാൽ, ദേവീദർ കുമാർ ബൂട്ടോ, രവി ഠാക്കൂർ, ചൈതന്യ ശർമ്മ എന്നീ MLA-മാരെയാണ് അയോഗ്യരാക്കിയത്. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച 6 MLA-മാർ കൂറുമാറ്റ നിരോധന നിയമം ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിയമസഭാംഗത്വം റദ്ദാക്കുന്നു. സ്പീക്കർ കുൽദീപ് സിംഗ് പദാനിയ പറഞ്ഞു. കോൺഗ്രസിന് ഉറച്ച ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് പാർട്ടിയുടെ 6 MLA-മാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രരും കൂറുമാറിയതോടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വി പരാജയപ്പെട്ടിരുന്നു. മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മയെ പിന്തുണയ്ക്കുന്നവരും PCC അധ്യക്ഷ പ്രതിഭ സിംഗിനെ പിന്തുണയ്ക്കുന്നവരുമാണ് ഹിമാചലിലെ വിമത നീക്കത്തിന് പിന്നിൽ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ കൂറുമാറ്റത്തിന് പിന്നാലെ പ്രതിഭ സിംഗിന്റെ മകനും പൊതുമരാമത്ത് മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് രാജിവെച്ച് വിമത ഭീഷണി ഉയർത്തിയിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിന്റെ ഇടപെടലിൽ നിലപാടിൽ അയവ് വരുത്തിയിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയും തന്ത്രജ്ഞനുമായ DK ശിവകുമാറിനെയും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഉപേഷ് ബഘേലിനെയും ഭൂപുന്ദർ ഹൂഡയെയുമാണ് പാർട്ടിക്കകത്തെ പടലപ്പിണക്കം തീർക്കാൻ ഹൈക്കമാൻഡ് ഷിംലയിലേക്ക് അയച്ചത്. തർക്കം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കിടയിലും കൂറുമാറിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിന്റെ ഭാഗമാണ് അയോഗ്യരാക്കിക്കൊണ്ടുള്ള നടപടി. കോൺഗ്രസിലെ തർക്കം മുതലെടുത്ത് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ BJP നീക്കം തുടരുന്നതിനിടെ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സർക്കാർ താൽക്കാലിക ആശ്വാസം നേടിയിരുന്നു. സ്പീക്കറുടെ ചേംബറിലെത്തി പ്രതിഷേധമുയർത്തി പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ അടക്കം 15 BJP അംഗങ്ങളെ സ്പീക്കർ കുൽദീപ് സിംഗ് പദാനിയ സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി. ശബ്ദവോട്ടോടെ ബജറ്റ് പാസാക്കി സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.